പ്രിയപ്പെട്ട കുട്ടികളെ, സൊല്യൂഷൻ എന്ന ചാപ്റ്ററിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റിയെ പറ്റി പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോലിബിലിറ്റിയെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് സോൾവെന്റ്, നേച്ചർ ഓഫ് ഗ്യാസ്, ടെമ്പറേച്ചർ, പ്രഷർ എന്നീ ഘടകങ്ങൾ അതിനെ ബാധിക്കുന്നതാണ്. പ്രഷർ, ഒരു ഗ്യാസ് ഒരു ലിക്വിഡിനകത്ത് ലയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് പ്രഷർ. പ്രഷറും സോലിബിലിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഹെൻറി എന്ന സയൻറ്റിസ്റ്റ് ആ റിലേഷനെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ പറയുന്ന പേരാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയെ നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നതാണ് ഹെൻറീസ് ലോ. The solubility of a gas in liquid is directly proportional to its pressure. The solubility of a gas in a liquid is directly proportional to its pressure. എന്നാൽ ഗ്യാസിന് പകരം ലിക്വിഡ്സോ സോളിഡ്സോ ആണ് വന്നിരുന്നെങ്കിൽ does not change with the pressure. The solubility of liquids and solids does not change with the pressure. ഇത് ഓർത്തിരിക്കുക. The solubility of gas in liquid is directly proportional to its pressure. ഇതാണ് നമ്മുടെ ഹെൻറീസ് ലോ. നമുക്ക് നോക്കാം എന്താണ് ഹെൻറി പറയുന്നത്. The amount of gas dissolved in a solution is directly proportional to the pressure of the gas. അതാണ് ഹെൻറി എന്ന സയൻറ്റിസ്റ്റ് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. C that is equal to Kp, where C is called a concentration of dissolved gas. K എന്ന് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. ഹെൻറി കണ്ടുപിടിച്ചുകൊണ്ട് ഈ കോൺസ്റ്റന്റ് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റ്. P pressure. It applies most accurately for dilute solutions of gases that do not dissociate or react with the solvent. For example, carbon dioxide, nitrogen, oxygen എന്നിവയുടെ സൊല്യൂഷൻ നമുക്ക് ഈ ഹെൻറീസ് ലോ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ സാധിക്കും. എന്നാൽ HCl, HI, ഈ HCl വെള്ളത്തിൽ ലയിച്ചാൽ H+ഉം Cl- ആയിട്ടാണ്. അങ്ങനെ അയോൺസ് ആവുന്നതിൻ്റെ ഇത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് അപ്ലൈസ് മോസ്റ്റ് ആക്യുറേറ്റ്ലി ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻസ് ഓഫ് ഗ്യാസസ് ദാറ്റ് ഡു നോട്ട് ഡിസോസിയേറ്റ് ഓർ റിയാക്ട് വിത്ത് സോൾവെന്റ്. നമ്മളിപ്പോൾ ഹെൻറീസ് ലോ ആണ് പരിചയപ്പെട്ടത്. ഓർത്തിരിക്കുക ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ? എന്താ ഹെൻറീസ് ലോ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്യാസിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷറിനാണ്. നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ ബിയർ, കൊക്കക്കോള, 7up, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഡ്രിങ്ക്സ് നിങ്ങൾക്ക് വളരെ ഫേവറേറ്റ് ആണ്. ഞാൻ നിങ്ങൾ ഈ ഫിഗറിലോട്ട് നോക്കുമ്പോൾ കുപ്പിക്കകത്തിരിക്കുന്ന ആ ഡ്രിങ്ക്സും ഇനി ആ ഡ്രിങ്ക്സ് ഞാനത് പുറത്തേക്ക് നമ്മൾ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുടിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഗ്ലാസ്സിനുള്ള കുടിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്ത് വെറും പച്ചവെള്ളത്തിന്റെ ഇതായി മാറുന്നു, അല്ലേ? അന്നേരം നമുക്ക് നമ്മൾ പറയുകയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിനകത്ത് ഹൈ പ്രഷറിനകത്ത് സീൽ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള കാർബണേറ്റഡ് ബിവറേജ് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഇതൊരു ആപ്ലിക്കേഷനാണ് ഹെൻറീസ് ലോയുടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് ബെൻസ് അല്ലെങ്കിൽ ഡീകംപ്രഷൻ സിക്നസ് എന്ന് പറയുന്ന മുങ്ങൽ വിദഗ്ധർക്കുണ്ടാകുന്നൊരു കണ്ടീഷനാണ് ഡീകംപ്രഷൻ സിക്നസ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പയ്യാവൂര് മുങ്ങിമരണം നടന്നായിരുന്നു. അവിടെ ബോഡി കണ്ടെത്താൻ വേണ്ടിയൊക്കെ മുങ്ങൽ വിദഗ്ധരൊക്കെ വന്നായിരുന്നു. അതുപോലെ എന്താണ് ഡീപ് സീ ഡൈവേഴ്സ്, സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടി പല ഉപകാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവര് ഉപയോഗിക്കുന്നത് കടലിന്റെ അടിയിൽ ഹൈ പ്രഷറിലാണ് അവർ ഉപയോഗിക്കുന്ന എയർ. അതായത് ഓക്സിജൻ ഡൈലൂട്ടഡ് വിത്ത് നൈട്രജൻ, ഓക്സിജൻ ഇസ് ഡൈലൂട്ടഡ് വിത്ത് നൈട്രജൻ, അങ്ങനെയുള്ള ഗ്യാസ് ഇവർ ഉപയോഗിക്കുമ്പോൾ ഹൈ പ്രഷറിനകത്ത് ഈ നൈട്രജനൊക്കെ അവർ ബ്ലഡിനകത്ത് ഡിസോൾവ് ചെയ്തു പോകുന്നു. ഇനി അവർ ഉപരിതലത്തിലേക്ക് വരുന്നു. വെള്ളത്തിന്റെ ഉപരിതലത്തേക്ക് വരുമ്പോൾ അവിടെ വെച്ച് പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ ഈ നൈട്രജൻ നമ്മുടെ ഇവരുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ഗ്യാസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ബബിൾസായി മാറുന്നു. ഈ ബബിൾസ് ഒക്കെ കാപ്പിലറി ട്യൂബ്സിലൊക്കെ ബ്ലോക്കായി മാറുന്നു.
ഇത് എന്താ ഒരു പെയിൻഫുൾ എഫക്റ്റാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്, വളരെ ഒരു പെയിൻഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്നു. അന്നേരം ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓക്സിജൻ ഈസ് ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം. ഹീലിയത്തിന്റെ സോൾബിലിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് ഹീലിയമാണ് ഇപ്പം ഉപയോഗിക്കുന്നത്. അന്നേരം പറയാണ്, ദ ഡീപ് സീ ഡൈവിംഗ് സ്ക്യൂബ ഡൈവേഴ്സ് breathe air at high pressure underwater. When they come to a surface, the pressure decreases. This results in the formation of nitrogen bubbles in the blood. This is a painful effect. ബെൻസ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ ഹെൻറിസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണിത്. അടുത്താണ് അനോക്സിയ എന്നൊരു മെഡിക്കൽ കണ്ടീഷൻ. അനോക്സിയ എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ശ്വാസ തടസ്സം അങ്ങനെയുള്ളതൊക്കെ ഈ പർവ്വതാരോഹകർക്കൊക്കെ വരുന്നൊരു കണ്ടീഷനാണ്. അതാണ്, അതിൻ്റെ പേരാണ് അനോക്സിയ. പിന്നെ എന്താണ് അനോക്സിയ നമുക്കൊന്ന് പരിശോധിക്കാം. ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറയും. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ശ്വസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഓക്സിജൻ. അതിന്റെ അളവ് കുറയുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ പർവ്വതാരോഹകർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചില ഏരിയാസിലൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അവരുടെ ബോഡി വീക്ക് ആകുന്നു. ഇതെല്ലാം എന്ത് കാരണമാണ്? ഓക്സിജന്റെ ലഭ്യത കുറവാകുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ്. ഇതിനെയാണ് പറയുന്നത് റെസ്പിറേറ്ററി പ്രോബ്ലംസ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ അനോക്സിയ എന്ന് പറയുന്നത്. അനോക്സിയ. ഓക്കെ, നമ്മൾ 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ 3 ആപ്ലിക്കേഷൻസ് നമ്മൾ ഹെൻറിസ് ലോ വെച്ച് പഠിച്ചു. ഇനി അടുത്താണ് വേപ്പർ പ്രഷർ എന്ന പുതിയൊരു ഇത്. നമ്മൾ ലിക്വിഡിനെ പറ്റി പഠിക്കുന്നത്. ലിക്വിഡിനെ പറ്റി പഠിക്കുമ്പോൾ എന്താണ് വേപ്പർ പ്രഷർ? നമുക്കറിയാം, ലിക്വിഡ് വേപ്പറും ഉണ്ടാകുന്നു. ലിക്വിഡും വേപ്പറും ഉണ്ടാകുമ്പോൾ ആ വേപ്പേഴ്സ് ലിക്വിഡിന്റെ സർഫസിൽ ഒരു പ്രഷർ കൊടുക്കുന്നു. അതാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ എന്നുള്ളത് നമ്മുടെ ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് വേപ്പർ പ്രഷർ. എന്താണ് വേപ്പർ പ്രഷർ? അതിനെ എങ്ങനെയാണ് വേപ്പർ പ്രഷറിനെ ബാധിക്കുന്ന ഘടകങ്ങൾ? ഒന്നാമത്തെ ഫാക്ടറാണ് നേച്ചർ ഓഫ് ലിക്വിഡ്. രണ്ടാമത്തെ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. നേച്ചർ ഓഫ് ലിക്വിഡും എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വേപ്പർ പ്രഷറിനെ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും സംഭവിക്കുന്നത്? വേപ്പർ പ്രഷർ കൂടുന്നു. ബോയിലിംഗ് പോയിന്റ് എന്നാൽ എന്താണ്? എപ്പോഴാണ് വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് തുല്യമാകുന്ന ആ ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് നമ്മളിവിടെ ടെമ്പറേച്ചറും നേച്ചർ ഓഫ് ലിക്വിഡിനെ പറ്റിയും പഠിക്കുകയാണ്. വേപ്പർ പ്രഷർ എന്നുള്ള ആ പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. ഈ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിൽ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി റിലേഷനാണ് അവിടെ ഉള്ളത്. മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ കൂടുന്നു. അന്നേരം നമ്മളിവിടെ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. ഗ്രാഫ് അനുസരിച്ച് ഒരു ലിക്വിഡ് ഉണ്ടാകണമെങ്കിൽ 2 തരത്തിലുള്ള കമ്പോണൻസ് വേണം. സോൾവെന്റും സൊല്യൂട്ടും വേണം. ഇപ്പൊ ഇവിടെ സോൾവെന്റ് സൊല്യൂട്ട് ഒരു എക്സ് ആക്സിനകത്ത് 2 സോൾവെന്റും സൊല്യൂട്ടും കാണിക്കുന്നു. വൈ ആക്സിനകത്ത് വേപ്പർ പ്രഷർ കാണിക്കുന്നു. അന്നേരം സൊല്യൂട്ടിന്റെ അളവ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സോൾവെന്റിന്റെ അളവ് കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷറിന്റെ അളവ് കൂടുന്നു. ഈ P0 എന്ന് പറയുന്നത് അതിന്റെ പ്യുവർ സ്റ്റേറ്റിനകത്തുള്ള വേപ്പർ പ്രഷറിനെയാണ് P0 എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അനുസരിച്ച് ടോട്ടൽ വേപ്പർ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് PA + PB ആണ്. PA എന്ന് പറയുന്നത് P0A XA ആണ്. PB എന്ന് പറയുന്നത് P0B XB. ടോട്ടൽ വേപ്പർ പ്രഷർ P that is equal to P0A XA plus P0B XB that is equal to PA that is equal to P0A into XA plus P0B XB. Okay. ഹെൻറിസ് ലോയുടെ തന്നെ വേറൊരു വേർഷനാണ് റൗൾട്ട്സ് ലോ എന്ന് പറയുന്നത്. റൗൾട്ട്സ് ലോ പറയുന്നത് സോലിബിലിറ്റിയും പ്രഷറും തമ്മിലുള്ള ആ റിലേഷനാണ്. അതുപോലെ ഹെൻറിസ് ലോയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എങ്ങനെയാണ് അതിന്റെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. റൗൾട്ട്സ് ലോ states that the vapor pressure of a solvent over a solution is given by the vapor pressure of the pure solvent and the mole fraction of the solvent in the solution. ഇപ്പം സോൾവെന്റ് മാത്രമേ ഉള്ളെങ്കിൽ PA that is equal to XA into P0A, where PA എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് A, XA എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ, P0A എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെയാണ് P0A എന്ന് പറയുന്നത്. റൗൾട്ട്സ് ലോ കൺസിഡർ ചെയ്യുമ്പം അവിടെ 2 കാര്യങ്ങളുണ്ട്. സൊല്യൂഷൻ എന്ന് പറയുന്നത് സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് ആണ്. 2 തരത്തിലുള്ള സൊല്യൂട്ട് ഉണ്ടാകാം. വോളറ്റൈൽ സൊല്യൂട്ടും നോൺ വോളറ്റൈൽ സൊല്യൂട്ടും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ വേപ്പർ പ്രഷർ കുറയുന്നു. വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിലോ വേപ്പർ പ്രഷർ കൂടുന്നു. അത് ഓർത്തിരിക്കുക. 2 തരത്തിലുള്ള സൊല്യൂട്ട് ഉണ്ടാകും, വോളറ്റൈലും നോൺ വോളറ്റൈലും. നോൺ വോളറ്റൈൽ സൊല്യൂട്ടും വോളറ്റൈൽ സൊല്യൂട്ടും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി
റൗൾട്ട്സ് ലോ അനുസരിച്ച് പറയുകയാണ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ലോവേഴ്സ് ദ വേപ്പർ പ്രഷർ നമ്മൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവിടെ ഒറ്റ ഇതേ വരുന്നുള്ളൂ, പി സൊല്യൂഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ഇൻറ്റു മോൾ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. ഓർത്തിരിക്കുക, റൗൾട്ട്സ് ലോ അനുസരിച്ച് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെങ്കിൽ പി പ്രഷർ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രഷർ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് ഇൻറ്റു P0 സോൾവെന്റ്. Liquid solution in which both components are volatile. Solventum solutum volatile ആണെങ്കിൽ P total that is equal to PA plus PB that is equal to XA P0A plus XB P0B. എന്താണെന്ന് പറയാൻ, P0 is the vapor pressure of the pure solvent. PA and PB are the partial pressures. PA and PB are the partial pressures. P0 is the vapor pressure of the pure solvent. ഓർത്തിരിക്കുക, എഴുതിയെടുക്കുക. ഈ നോട്ട് കറക്റ്റായിട്ട് എഴുതിയെടുത്തിരിക്കണം. ഇപ്പം നമ്മുടെ റൗൾട്ട്സ് ലോയുടെ 2 വേർഷൻസ് ആണ് പഠിച്ചിരിക്കുന്നത്. ഒന്നിനകത്ത് നോൺ വോളറ്റൈലും മറ്റേതിനകത്ത് 2 വോളറ്റൈലായിട്ട് വരുന്ന കണ്ടീഷൻസിനും എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ റൗൾട്ട്സ് ലോയ്ക്കകത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി റൗൾട്ട്സ് ലോയുടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ വേപ്പർ പ്രഷറിനെ കണ്ട പോലെ തന്നെ മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും എക്സ് ആക്സിനകത്തും വൈ ആക്സിനകത്തും കൊടുത്തിരിക്കുകയാണ്. അന്നേരം മോൾ ഫ്രാക്ഷൻ കൂടുന്നതനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് വേപ്പർ പ്രഷർ, അതുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നിരിക്കുകയാണ്. റൗൾട്ട്സ് ലോ ഇസ് എ ലീനിയർ ഇക്വേഷൻ. റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് വരുന്നു. ഇത് ഓർത്തിരിക്കുക. അന്നേരം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. റൗൾട്ട്സ് ലോ അനുസരിച്ച് സൊല്യൂഷൻ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ദാറ്റ് ഒബേസ് റൗൾട്ട്സ് ലോ ഇസ് കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ ആയിട്ടിരിക്കുന്നു. അതായത് നമുക്കറിയാം, ഒരു ഐഡിയൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ടീച്ചർ പറയുന്നത് കേട്ട് അനുസരിച്ച് അത് നോട്ട് എഴുതി എടുക്കുന്ന ഇതിനെയാണ് ഐഡിയൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. ഇനി എല്ലാവരും വർത്തമാനവും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ എന്തായിരിക്കും, അത് ഐഡിയൽ സ്റ്റുഡൻ്റ് അല്ലെന്ന് പറഞ്ഞ് നമ്മൾ ടീച്ചേഴ്സ് ഇപ്പം വഴക്കൊക്കെ പറയും. അതുപോലെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് സൊല്യൂഷനാണോ റോൾസ് ലോ പൂർണ്ണമായി അനുസരിക്കുന്നത് അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് എന്ത് പറയുന്നത്, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചായിരുന്നു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ച പോലെ തന്നെയാണ് ഇവിടെ ഐഡിയൽ സൊല്യൂഷൻ. ഏത് സൊല്യൂഷനാണോ റൗൾട്ട്സ് ലോ അനുസരിക്കുന്ന ആ സൊല്യൂഷനെയാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഐഡിയൽ സൊല്യൂഷൻ്റെ ഒരു ഗ്രാഫാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഗ്രാഫിനകത്ത് എയും ബിയും എക്സ് ആക്സിനകത്ത് കൊടുത്തിരിക്കുന്നു. പാർഷ്യൽ പ്രഷർ ഓഫ് എ ആണ് റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത്, പാർഷ്യൽ പ്രഷർ ഓഫ് ബി ആണ് വയലറ്റ് ലൈൻ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ വേപ്പർ പ്രഷറാണ് ഈ 2 ലൈൻ കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അന്നേരം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ പി ദാറ്റ് ഈസ് ഈക്വൽ ടു PA പ്ലസ് PB എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു P0A XA പ്ലസ് P0B XB എന്നുള്ള ഇതാണ് റൗൾട്ട്സ് ലോയുടെ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വന്നിരിക്കുന്നത്. Raoult states that in an ideal solution, the partial vapor pressure of each volatile constant is equal to the vapor pressure of the pure constant multiplied by its mole fraction of the solution. Thus, for 2 constant A and B, P that is equal to PA plus PB. PA that is equal to PA0 XA, PB എന്ന് പറയുന്നത് PB0 into XB എന്നാണ് പറയുന്നത്. ഇതാണ് ഐഡിയൽ സൊല്യൂഷനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്താണ് ഐഡിയൽ സൊല്യൂഷന്റെ കണ്ടീഷൻസ്? ഐഡിയൽ സൊല്യൂഷൻ പറയുകയാണെങ്കിൽ there is no change in properties of the components other than dilution when they are mixed to form the solution. സോൾവെന്റ് സൊല്യൂട്ടും മിക്സ് ചെയ്യുമ്പോൾ അവിടെ പ്രോപ്പർട്ടിക്കൊന്നും വ്യത്യാസമില്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. The solution which obey Raoult's law over the entire range of concentration are known as ideal solution. An ideal solution has 2 property. Enthalpy of mixing of the pure component to form the solution is 0. അതായത് ഡെൽറ്റ H that is equal to 0. അതുപോലെ തന്നെ the volume of mixing is also 0. അതാണ് ഡെൽറ്റ V mixing also 0. ഇനി എന്തായിരിക്കും കാരണം ഐഡിയൽ സൊല്യൂഷൻ റൗൾട്ട്സ് ലോ അനുസരിക്കാൻ എന്താണ് കാരണം? If AA interaction and BB interaction that is equal to AB interaction, then the solution shows ideal behavior, but it is very rare. അതായത് സോൾവെന്റും സൊല്യൂട്ടും കൂടെ കൂടി ചേർന്നാണ് എന്തുണ്ടായത്, സൊല്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സോൾവെന്റ് എയും സൊല്യൂട്ട് ബിയും ആണെങ്കിൽ എ എന്ന് പറയുന്ന സോൾവെന്റിന്റെ ബോണ്ട് എന്ന് പറയുന്നത് AB എന്ന ബോണ്ട്, പുതിയ ബോണ്ട് ഉണ്ടാകുമ്പോൾ അത് തുല്യമായിരിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, അങ്ങനെയുള്ള
സൊല്യൂഷൻ എന്തനുസരിക്കുന്നു? റൗൾട്ട്സ് ലോ അനുസരിക്കുന്നു. അങ്ങനെ വളരെ റെയറേ ഉള്ളൂ. വളരെ ഐഡിയൽ എന്ന് പറയുന്നത് വളരെ റെയറാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർമൽ ഹെക്സൈൻ പ്ലസ് നോർമൽ ഹെപ്റ്റൈൻ, ഹെക്സൈനും ഹെപ്റ്റൈനും. അതുപോലെ ബ്രോമോ ഈഥൈൻ പ്ലസ് ക്ലോറോ ഈഥൈൻ. വേറൊരു എക്സാമ്പിളാണ് ബെൻസീൻ പ്ലസ് ടൊളുവിൻ. ഇങ്ങനെയുള്ള ഈ രണ്ട് പേര് മിക്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവർക്ക് അവിടെ ഡെൽറ്റ എച്ചും ഡെൽറ്റ വിയും എന്തായിട്ട് വരുന്നു? 0 ആയിട്ട് വരുന്നു. ഓർത്തിരിക്കുക, എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. മോളിക്യൂൾ എക്സിബിറ്റ് കംപ്ലീറ്റ് ഫ്രീഡം ഓഫ് മോഷൻ. ഐഡിയലിറ്റി ഇൻ സൊല്യൂഷൻസ് മീൻസ് കംപ്ലീറ്റ് യൂണിഫോമിറ്റി ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റോൾസ് ലോ അനുസരിക്കുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷനകത്ത് എ ഇൻട്രാക്ഷൻ ആൻഡ് ബി ഇൻട്രാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി ഇൻട്രാക്ഷൻ എന്നുള്ള ഓർത്തിരിക്കുക. ഡെൽറ്റ എച്ച് മിക്സിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ ബി മിക്സിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഐഡിയൽ സൊല്യൂഷനകത്ത്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഐഡിയൽ ഏത് സൊല്യൂഷനാണ് റോൾസ് ലോ അനുസരിക്കാത്തത്? എന്താ റോൾസ് ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പി ദാറ്റ് ഈസ് ഈക്വൽ ടു P0A XA പ്ലസ് P0B XB. അതായത് മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ്. അന്നേരം നോൺ ഐഡിയൽ സൊല്യൂഷനകത്ത് ഇത് റോൾസ് ലോ അനുസരിക്കാത്തതിനാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനും. നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ എന്നാൽ എന്ത്? നെഗറ്റീവ് ഡീവിയേഷൻ സ്ട്രോങ് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ റിസൾട്ട് ഇൻ എ വേപ്പർ പ്രഷർ ലോവർ ദാൻ പ്രെഡിക്റ്റഡ്. നമ്മൾ വിചാരിക്കുന്ന വേപ്പർ പ്രഷറിനേക്കാളും കുറവാണ് കിട്ടുന്നത്. കാരണം എന്താണ്? അവിടെ സ്ട്രോങ് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് അത് വേപ്പർ ആകുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വേപ്പർ പ്രഷർ കിട്ടാതെ അത് താഴോട്ട് വരുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന റൗൾട്ട്സ് ലോ എന്ന് പറയുന്നത്. നമുക്കത് അതിന് ആ ഗ്രാഫ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കുകയാണെ ഗ്രാഫ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഡോട്ടഡ് ലൈനാണ് കാണിച്ചിരിക്കുന്നത്, ടോട്ടൽ വേപ്പർ പ്രഷർ. എന്നാൽ തിക്കായിട്ടുള്ള ആ ലൈനാണ് നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടുന്നത്. പ്രതീക്ഷിച്ചത്ര വേപ്പർ പ്രഷർ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിനെയാണ് എന്ത് പറയുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഡീവിയേഷൻ. എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ? വീക്ക് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ റിസൾട്ട് ഇൻ എ വേപ്പർ പ്രഷർ ഹയർ ദാൻ പ്രഡിക്റ്റഡ്. നമ്മൾ വിചാരിക്കുന്ന വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിട്ട് എന്ത് കിട്ടുന്നു? നമ്മുടെ വേപ്പർ പ്രഷർ, ഹൈ വേപ്പർ പ്രഷർ കിട്ടുന്നു. അതിനെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഗ്രാഫിനകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് എ ആണ് നമ്മൾ റെഡ് ലൈൻ കാണിക്കുന്നത്, വയലറ്റ് കാണിക്കുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് ബി ആണ്, ടോട്ടൽ വേപ്പർ പ്രഷർ ആണ് ഗ്രീൻ ലൈൻ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതലുള്ള വേപ്പർ പ്രഷറാണ്. അത് നമുക്കൊന്നും കൂടെ ഒന്ന് ക്ലിയർ ആക്കാം. ശ്രദ്ധിച്ചോണം, ഈ ഗ്രാഫ് പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫാണ്. ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈനാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ നമുക്ക് തിക്കായിട്ടുള്ള ലൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ ഇന്ററാക്ഷൻ വീക്കാണ്. വീക്ക് ആയതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഓർത്തിരിക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. നെഗറ്റീവും പോസിറ്റീവും ഡീവിയേഷൻ. ഇനി വാട്ട് ഈസ് അസിയോട്രോപ്പ്? പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് അസിയോട്രോപ്സ്. അസിയോട്രോപ്സ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിനകത്തും ഗേഷ്യസ് ഫേസിനകത്തും ഒരേ കോമ്പസിഷൻ ആണുള്ളത്. അന്നേരം ഇറ്റ് ഈസ് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അസിയോട്രോപ്പ് ഉണ്ടായിരിക്കുന്നത്. അന്നേരം അതിന്റെ അർത്ഥം ഇതാണ്: ബോയിലിംഗ് വിത്തൗട്ട് ചേഞ്ചിങ്. ബോയിലിംഗ് വിത്തൗട്ട് ചേഞ്ചിങ്. അന്നേരം അസിയോട്രോപ്പ് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 2 or more liquids whose proportion cannot be separated by simple distillation. The vapor has the same proportion of combining as the unboiled mixture. ഇതാണ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. അതിൽ അസിയോട്രോപ്പിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും എന്നാണ് അതിന് പറയുന്നത്. എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? The boiling point of an azeotrope is less than the boiling point temperature of any of it is a minimum boiling azeotrope. The boiling point of an azeotrope is less than the boiling point temperature of any of its is a minimum boiling azeotrope. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ പറയാം. ഐസോബ്യൂട്ടനോൾ ആൻഡ് വാട്ടർ, ബെൻസീൻ ആൻഡ് സൈക്ലോഹെക്സൈൻ. ഇതെല്ലാം മിനിമം ബോയിലിംഗ്
അസിയോട്രോപ്സിന് എക്സാമ്പിൾ ആണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സിന്. അടുത്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മാക്സിമം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൻ അസിയോട്രോപ്പ് ഈസ് മോർ ദാൻ ദ boiling point temperature of any of its constituent is a maximum boiling azeotrope. The boiling point of an azeotrope is more than the boiling point of temperature of any of its constituent is a maximum boiling azeotrope. നിങ്ങൾ എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും അതിൻ്റെ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാര്യങ്ങൾ. ഇനി എക്സാമ്പിൾ പറയുകയാണ്. നൈട്രിക് ആസിഡും വാട്ടറും, പെർക്ലോറിക് ആസിഡും വാട്ടറും, ഹൈഡ്രോക്ലോറിക് ആസിഡും വാട്ടറും ഇതെല്ലാം എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സിന് എക്സാമ്പിൾ ആണ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. ഇനി ടൈപ്സ് ഓഫ് അസിയോട്രോപ്പാണ് നമ്മൾ പരിചയപ്പെട്ടത്, മിനിമവും മാക്സിമവും. അന്നേരം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് നമ്മളിവിടെ കാണുകയാണ്. ദി സൊല്യൂഷൻ എക്സിബിറ്റ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ ആണ് എന്ത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഈ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ ആണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നത്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഉള്ളതാണ്. അന്നേരം നിങ്ങൾ ഓർത്തിരിക്കുക, പോസിറ്റീവ് സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ മിനിമം എന്ന് ഓർക്കുക, നെഗറ്റീവ് എന്ന സൊല്യൂഷൻ എന്ന് ഓർക്കുമ്പോൾ മാക്സിമം എന്നും ഓർത്തിരിക്കുക. അന്നേരം ഇവിടെ പറയാണ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദിസ് അസിയോട്രോപ്പ് ഈസ് ലോവർ ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റുവൻസ്. മാക്സിമത്തിലാണെങ്കിൽ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഈസ് ഹയർ ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റുവൻസ്. ഇതാണ് ടൈപ്സ് ഓഫ് അസിയോട്രോപ്സ്. എന്താണ് അസിയോട്രോപ്സിന്റെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. അസിയോട്രോപ്പിന്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ദ യൂസ് ഓഫ് സ്പെഷ്യലി ചൂസൺ അസിയോട്രോപ്പ് ഈസ് പ്രൊപ്പോസ്ഡ് ആസ് സ്റ്റാൻഡേർഡ്സ് when testing gas chromatographs, detectors, columns and simple introduction systems. These azeotropic mixtures permit us to minimize the errors due to composition changes during sampling and sample introduction systems. വേറൊരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ these azeotropic mixtures permits us to minimize the errors തന്നെയാണ് errors due to composition changes during sampling and sample introducing systems.